ഗിഫ്റ്റൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള മക്കൾക്കൊക്കെ സമ്മാനിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണിത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക് ട്രേ ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൽ ഒട്ടിക്കുന്ന റെസിൻ ഡയമണ്ട്സ്. പിന്നെ ഈ ബ്ലൂ കളറിൽ നമ്മൾ കാണുന്നതാണ് ഇതിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ടൂൾ. പിന്നെ ഇതിനകത്തുള്ളത് ഒരു 18x18 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ക്യാൻവാസ് ഷീറ്റാണ്. ഇതിലാണ് നമ്മൾ ഡയമണ്ട്സ് ഒട്ടിക്കുന്നത്. ഈ പിങ്ക് കളറിൽ ഇരിക്കുന്നതാണ് ഇതിൽ ഉപയോഗിക്കുന്ന വാക്സ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് നമ്പേഴ്സ് കാണുന്നില്ലേ, ആ നമ്പേഴ്സിനും കളേഴ്സിനും മാച്ച് ചെയ്യുന്ന ഡയമണ്ട്സ് ആണ് ഈ പാക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡയമണ്ട്സ് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതായിരുന്നു വാക്സ് സ്ട്രിപ്പ്. നമ്മുടെ ആപ്ലിക്കേഷൻ ടൂൾ ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുമ്പോൾ ആ വാക്സ് ഇതിൻ്റെ അറ്റത്ത് പിടിക്കും. ബാക്കി വാക്സ് സ്ട്രിപ്പിനെ അതുപോലെ തന്നെ കവർ ചെയ്ത് മാറ്റി വെച്ചില്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവേ. ഇനി നമുക്ക് ആവശ്യമുള്ള ഡയമണ്ട്സിനെ ആ ട്രെയിലോട്ട് തട്ടിക്കൊടുക്കുക. ഇനി നമ്മുടെ ഷീറ്റിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടായിരിക്കുവേ, അത് കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി മാറ്റാൻ പാടില്ല. ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഇളക്കാവൂ. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത്ര തന്നെ ഉള്ളൂ. വാക്സ് അപ്ലൈ ചെയ്ത ടൂൾ എടുക്കുക, ഡയമണ്ടിൻ്റെ പുറത്ത് പ്രസ് ചെയ്യുക, അതിനെ ഷീറ്റിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുക. നമ്മൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ഷീറ്റിൽ ഓൾറെഡി അതെല്ലാം ഉണ്ട്. നമ്മൾ ഈ ഡയമണ്ട് അവിടെ കൊണ്ടുവന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും അതിലങ്ങ് ഒട്ടിക്കോളൂ. ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗിലാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ചെറിയ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുകയും ചെയ്യും. പിന്നെ ഏകദേശം ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയും കൂടി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ അടുത്ത കളർ എടുത്തു, അടുത്ത കളർ സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ കളേഴ്സായിട്ട് അതിൽ ഫില്ല് ചെയ്ത് ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്തായാലും മക്കൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കൊടുത്തോ. കുറച്ചു നേരം സ്ക്രീൻ ടൈം കുറയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും.